ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഞാനും മോളും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ കുറേ വർഷത്തിന് ശേഷം ഇന്ന് ബസ്സിൽ കയറി കേട്ടോ. ഞാൻ അങ്ങനെ ബസ്സിൽ കയറത്തില്ലായിരുന്നു, വയ്യാതെ വന്നതിന് ശേഷമേ. അപ്പോൾ ഇന്ന് ബസ്സിലും ഓട്ടോയിലൊക്കെ ആയിട്ടാണ് യാത്ര. അപ്പം നമ്മൾ കടപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ. കടലെന്നല്ല, കടപ്പുറമൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ഓട്ടോയിലിരിക്കുക. അപ്പോൾ ഇവൾ വീഡിയോ എടുത്ത് തരുവാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരിയൊക്കെ സന്തോഷമാണ് വീട്ടിൽ വരാനും. അപ്പോൾ ഇത് ആറാണ്, നമ്മളവിടെ ഒരു ഇരയപുരത്താണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ ഒരു ആറുണ്ട്. അങ്ങനെ നമ്മൾ ആറടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാൻ ചെറിയൊരു ഉത്സവം കണ്ട് കേട്ടാ. നല്ല രസമായിരുന്നു. ഈ വർഷം അങ്ങനെ ഉത്സവം കണ്ടില്ല ഞാൻ. അപ്പോൾ ഇതാ ഉത്സവം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. രണ്ട് മൂന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആന വലിയ പേടിയാണ്. ചെണ്ടമേളവും പൂക്കുലയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആന പേടിയായതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വലുതായിട്ട് വീഴത്തില്ല. അപ്പോൾ ഇത് കടലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളവിടെ ഒരു സ്ഥലത്താണ് പോയത്. അപ്പോൾ അസ്തമയം എടുക്കാൻ നോക്കിയപ്പോൾ പിന്നെ ഇരുട്ടിയാണ്. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോരുന്നു കേട്ടോ. അപ്പം നമ്മൾ രാവിലെ മാവൊക്കെ ഞാൻ ആട്ടി വെച്ചായിരുന്നു വൈകുന്നേരത്തേക്കേ. അപ്പോൾ അത് രണ്ടായിട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി വിട്ടൊരു പരിപാടിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ പനിയാരം എന്നെങ്ങാണ്ടാണ് അതിന് പറയുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ഞാൻ കുറച്ച് സവാളയും തക്കാളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോള് പാല് കാച്ചുവാണ് കേട്ടോ വൈകിട്ടത്തേക്ക്. അപ്പം പാല് കാച്ചി പിന്നെ ഇനി മീൻ കറിയൊക്കെ വെക്കണം. അപ്പം ഞാൻ ഇത് പനിയാരത്തിനുള്ളതാണ്. സവാളയും തക്കാളിയും പച്ചമുളകും ഉപ്പും മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മാവിൽ അതൊഴിച്ചിട്ട് ഉണ്ണിയപ്പച്ചട്ടിക്കകത്ത് ചുട്ടെടുക്കുന്നത് കേട്ടോ. ഈ കുഞ്ഞ് ഐറ്റങ്ങൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറിയ ഐറ്റംസ് ചെറുതായിട്ടുണ്ടാക്കുന്ന എല്ലാവേ. അപ്പം ഞാൻ കൂടുതലും അതുകൊണ്ടാണ് എല്ലാം അങ്ങനെ അങ്ങ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് മസാല ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് രാത്രിത്തേക്ക്. അപ്പം ഞാൻ കുറച്ചെടുത്ത് സവാളയൊക്കെ ഇട്ട് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ അങ്ങനെയും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അതും എല്ലാം കലക്കി വെച്ച് പിന്നെ പാല് കാച്ചുന്നുണ്ട് കേട്ടോ രാത്രിത്തേക്ക്. അപ്പോൾ അത് അക്കു വന്ന് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. മീനോ പാലോ എന്തെങ്കിലും കൊടുക്കുമോയെന്നറിയാൻ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാലും അവന് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്, പാലും ഈ മീനൊക്കെ വേവിച്ചതൊക്കെ കേട്ടോ. അത് പിന്നെ ഇച്ചിരി കൊടുത്താൽ കഴിച്ചോളും. ചക്കി പിന്നെ അങ്ങനെയല്ല, ചക്കിക്ക് പാലിഷ്ടമല്ല. അങ്ങനെ രണ്ടും രണ്ട് രീതി. അങ്ങനെ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഒഴിക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ദോശമാവ് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടതേ അതിട്ടിട്ട് രണ്ടായിട്ട് മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ വേവിച്ചെടുക്കും. അത് പനിയാരം എന്നങ്ങടെ ഞാൻ വേറെ ചാനലിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ തക്കാളി ചേർക്കത്തില്ല. ഞാൻ പിന്നെ ഇവിടെ മക്കൾക്ക് തക്കാളി ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ തക്കാളി കൂടെ ചേർത്ത് ഉണ്ടാക്കി. പിന്നെ കുഞ്ഞുള്ളി അരിഞ്ഞും ഉണ്ടാക്കും കേട്ടോ. കൊച്ചുള്ളിയും പച്ചമുളകും മാത്രം ഇട്ട് ഈ മാവിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഓരോന്നും ഇത് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ വൈകിട്ടാണ്, രാത്രിത്തേക്കാണ് പിന്നെ മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ 6:30 അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം എല്ലാവരും ഇതങ്ങ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ മക്കൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കറിയാമല്ലോ ചോറങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ ഓരോന്നും ഉണ്ടാക്കി നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മളതിൽ എന്താണുള്ളത് അത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വാങ്ങിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ എന്താണോ അത് വെച്ച് എല്ലാം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വലിയ പാചകക്കാരി അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മൾ ഇത് ഉണ്ണിയപ്പത്തിനകത്തുള്ള പനിയാരമൊക്കെ റെഡിയായി. അങ്ങനെ കണ്ട പേര് കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ ദോശമാവ് വെച്ചുണ്ടാക്കി ഉണ്ണിയപ്പം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയായി. അപ്പോൾ നമ്മളിത് കുറച്ചേ ചുടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേര സമയമാണ് നമ്മൾ പോയിട്ട് വന്ന്. അപ്പോൾ ഇത് നല്ല ഉള്ളു നല്ല പഞ്ഞിയും പുറം നല്ല മുരിഞ്ഞിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചേട്ടൻ വന്നു. അപ്പോൾ ചേട്ടൻ ഞാനും കൂടെ പിന്നെ ഇരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കഴിച്ച്. മക്കൾ കഴിച്ചായിരുന്നു കേട്ടോ. അവർ രണ്ടും വൈകിട്ട് തന്നെ കഴിച്ച്. ഞാൻ പറഞ്ഞ രാത്രിത്തേക്ക് ദോശയുണ്ട്. അപ്പോൾ ഇതിന് മസാല ദോശയ്ക്കുള്ള കിഴങ്ങും ഉള്ളിയും ഒക്കെ ഇട്ട് ഞാൻ വേവിക്കുമോ. തക്കാളിയും ബീട്രൂട്ട് ഇടും, കാരണം ബീട്രൂട്ട് തോരൻ വെച്ചാൽ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഇടുമ്പം ബീട്രൂട്ട് ഇടുമ്പോഴേ അത് ബ്ലഡ് ഉണ്ടാവുന്ന ഐറ്റമല്ലേ, ഇതങ്ങനെ ആകുമ്പോൾ തിന്നോളുമില്ല. അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഇട്ടിട്ട് അതിനുള്ള മസാല അങ്ങ് തയ്യാറാക്കുന്നു. ഒന്നുമില്ല, നമ്മൾ വഴറ്റിയിട്ട് ഉപ്പ് ഇട്ട് വേവിച്ച് പൊടികളും ഇട്ട് ഇങ്ങ് എടുക്കത്തേ ഉള്ളൂ കേട്ടോ. സാധാരണ ഞാൻ ഈ ബീട്രൂട്ട് ഇടുമ്പോഴാണ് ചുമന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മഞ്ഞ കളറിലാണ് എടുക്കുന്നത്. സാധാരണ ഉഴുന്നിടും കേട്ടോ. ഇപ്പം ഞാൻ ഉഴുന്നൊന്നും ഇട്ടില്ല, കാര്യം രാത്രി ആയതുകൊണ്ട് ഞാൻ വെച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ മതിയല്ലോ. രാവിലെ പകലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ വലിയ മസാല ദോശയൊന്നുമല്ല, നമ്മൾ ചെറിയ രീതിയിൽ പരത്തിയിട്ട് അതിനകത്ത് മസാല വെച്ച് ഇങ്ങ് ചുട്ടെടുക്കും. അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്ക് അങ്ങനെ കൊടുത്താൽ കഴിക്കാൻ ഭയങ്കര കാര്യമാണ്. ഇത് മകൾ നല്ല രീതിയിൽ ദോശ ഇടും കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ കുളമാക്കിയതുകൊണ്ട് പിന്നെ അടുത്തത് വിട്ട് അവളാണ് ചുട്ടത്. അപ്പോൾ അതാണ്ട് ഇച്ചിരി നമുക്ക് മസാലയും വെച്ച് കൊടുത്ത് രണ്ട് സൈഡും മടക്കി ഇങ്ങനെ ചുട്ട് വിട്ടിടും. ഇത് ചുട്ട് വെച്ചേക്കത്തില്ല, അപ്പോഴും തന്നെ ഇത് പിന്നെ രാത്രിയാണ് കേട്ടോ. ചുട്ട് വിട്ടങ്ങ് കഴിക്കും. കാര്യം ചുട്ട് ഒരുപാട് വെച്ചിരുന്നാൽ അങ്ങ് ഇതായി പോകുമല്ലോ. അപ്പോൾ ഓരോരുത്തർ കഴിക്കും. ഇപ്പം മോക്ക് ഉണ്ട്, ഇനി പിന്നെ ഞാൻ ചുട്ട കുളത്തിലെന്ന് പറഞ്ഞ് വന്ന് ചുടുവാണ്.
അപ്പോൾ അതും ചുട്ട് അങ്ങനെ ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടനും കൊടുത്ത് അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ദോശകൾ ഇങ്ങനെ ചുട്ട്. അപ്പോൾ ഇനി എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മോന് ഞാൻ കൊടുത്തു. മോളാണ് ആദ്യം കഴിച്ചത്, പിന്നെ മോന് കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ കഴിച്ച്, പിന്നെ ഞാൻ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഈ ദോശ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി മുരിച്ചത് മതി. ചേട്ടൻ ഒരുപാട് മുരിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ പലർക്കും പല രീതി. മോൾക്ക് ഒരുപാട് കട്ടിയുള്ളത് ഇഷ്ടമല്ല, അവന് ഇച്ചിരി കട്ടിയുള്ള ദോശ ഇഷ്ടം. അങ്ങനെയാണ്, ദോശയ്ക്ക് ഓരോരോ ഇഷ്ടങ്ങളല്ലേ. അപ്പം ഞാൻ അവിടെ നിന്ന് ചേട്ടനുമായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പം മകളവിടെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് അവൾ പറഞ്ഞത് വീഡിയോ എടുക്കുന്നെന്ന്, പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയത്. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ പോകണമെങ്കിൽ ദോശയെങ്കിൽ തരാൻ പറഞ്ഞു. അങ്ങനെ ദോശ തന്ന്. അപ്പം ഞാൻ ദോശയൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നാളെ നമുക്ക് പുതിയൊരു വീഡിയോയിലിട്ട് വരുന്നിടം വരെ ഓക്കേ ബൈ.